നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ സാധ്യത പ്ലേയിങ് 11ലേക്കാണ്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നേരത്തെ ഒരു 22 അംഗ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരുന്നു. അതായത് ആദ്യം ഒരു 32 അംഗ സ്ക്വാഡ്, പിന്നെ ഒരു 22 അംഗ സ്ക്വാഡ്. ഇപ്പോൾ വീണ്ടും കുറച്ചിരിക്കുകയാണ്. ഒരു 17 അംഗ സ്ക്വാഡിനെ ഫൈനലായിട്ട്, അതായത് ഇവരായിരിക്കും ഷാർജയിലേക്ക് പോകാൻ പോകുന്നത്. സോ ഒരു 22 അംഗ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ആന്റണി പെപ്പെ, മണികണ്ഠൻ ആചാരി, അതുപോലെ തന്നെ സാജു നവോദയ, സഞ്ജു സലീം, ഷഫീഖ് റഹ്മാൻ, ഇവർ 5 പേരെയാണ് ആ ഒരു 22 അംഗ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്, ഷാർജയിലേക്ക് പോകാനായിട്ട് ഒഴിവാക്കിയിരിക്കുന്നത്. ഇവർ 5 പേരും ടീമിൻ്റെ ഭാഗമാണ്, പക്ഷേ ഷാർജയിലേക്ക് ഇവർ ഉണ്ടാകില്ല. സോ ഇതിൽ ആന്റണി പെപ്പയും ഷഫീഖ് റഹ്മാനും പുറത്തായത് വലിയൊരു തിരിച്ചടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ആന്റണി പെപ്പയ്ക്ക് വരാൻ സാധിക്കില്ല, ഷൂട്ടിങ്ങിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം കാണും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഷഫീഖ് റഹ്മാൻ കാറ്റഗറി ബി പ്ലെയർ ആയതുകൊണ്ട് ഒഴിവാക്കിയതായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് പ്ലേയിങ് 11ലേക്ക് നോക്കാം. 4 ബി കാറ്റഗറി പ്ലേയേഴ്സും 7 എ കാറ്റഗറി പ്ലേയേഴ്സുമാണ് വേണ്ടത്. നമുക്ക് കറക്റ്റ് അറിയില്ല ആരൊക്കെയാണ് എ കാറ്റഗറി പ്ലേയേഴ്സ് എന്നും ആരൊക്കെയാണ് ബി കാറ്റഗറി പ്ലേയേഴ്സ് എന്നും. പക്ഷേ നമ്മുടെ ഒരു ഊഹാഭോഗത്തിൽ നമുക്ക് ആ ഒരു പ്ലേയിങ് 11 ഒന്ന് നോക്കാം. സോ ഇതൊരു സാധ്യത 11 മാത്രമാണ്. സോ നിങ്ങളും നിങ്ങളുടെ സാധ്യത 11 കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് ഓപ്പണിംഗ് ആരൊക്കെ ആയിരിക്കാമെന്ന് നോക്കാം. നമ്മൾ 2 ഇന്നിങ്സിലെ കാര്യമൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു മാച്ച്, അതായത് ഒരു T20 ഓവർ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതായത് ഓപ്പണിംഗ് എനിക്ക് തോന്നുന്നു രാജീവ് പിള്ളയും പ്രശാന്ത് അലക്സാണ്ടറും തമ്മിലായിരിക്കും. അതായത് ഇവർ 2 പേരുടെ ആയിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഇത് T10 നടന്ന സമയത്ത്, അതായത് ഈ ഒരു ഫോർമാറ്റ് അല്ലായിരുന്നു, T10 ഫോർമാറ്റ് CCL ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഓപ്പൺ ചെയ്തൊരു കൂട്ടുകെട്ടായിരുന്നു അലക്സാണ്ടർ പ്രശാന്ത്, അതുപോലെ രാജീവ് പിള്ളയും തമ്മിലുള്ള ഒരു ഓപ്പണിംഗ് പെയർ. സോ അന്ന് ആ ഒരു T10 കേരളം ഫൈനൽ വരെ എത്തിയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇവരെ വീണ്ടും പരീക്ഷിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. സോ കമ്പൽസറി കാര്യം എന്ന് പറയുന്നത് 1, 2, 3 ഒരു എ കാറ്റഗറി പ്ലേയേഴ്സ് ആയിരിക്കണം. സോ രാജീവ് പിള്ള, പ്രശാന്ത് അലക്സാണ്ടർ എ കാറ്റഗറി പ്ലേയേഴ്സാണ്. പിന്നെ മൂന്നാമത് ഇറങ്ങുന്ന ആളും ഉറപ്പായിട്ടൊരു എ കാറ്റഗറി പ്ലെയർ ആയിരിക്കണം. അത് അർജുൻ നന്ദകുമാർ ആയിരിക്കും, അദ്ദേഹം ഒരു എ കാറ്റഗറി പ്ലെയർ ആയിരിക്കും. സോ നാലാമതൊരു ബി കാറ്റഗറി പ്ലെയർ ആയിരിക്കും ഇറങ്ങാൻ സാധ്യത കൂടുതൽ. എനിക്കൊന്ന് മിക്കവാറും സിദ്ധാർത്ഥോ അല്ലെങ്കിൽ അരുൺ ബെന്നി ആയിരിക്കും 4ഉം 5ഉം ഒക്കെ വരാൻ സാധ്യത കൂടുതൽ. സോ ഇപ്പോൾ ബാറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥാണ് ഔട്ട് ആവുന്നതെങ്കിൽ, അതായത് നമുക്കറിയാം ആദ്യത്തെ 3 പേര് എ കാറ്റഗറി പ്ലേയേഴ്സാണ്. അതുപോലെ തന്നെ ഒരു എൻഡിൽ എ കാറ്റഗറി പ്ലെയർ ആയിരിക്കണം, അപ്പുറത്തെ എൻഡിൽ ബി കാറ്റഗറി പ്ലെയർ ആയിരിക്കണം. ഇപ്പോൾ ആ ഒരു 3-ാമത്തെ ആൾ 4-ാമത്തെ ആളിൽ സിദ്ധാർത്ഥാണ് ഔട്ടാകുന്നതെങ്കിൽ ഇനി അരുൺ ബെന്നിക്ക് വരാൻ സാധിക്കും 5ാമത്. അല്ല, സിദ്ധാർത്ഥല്ല, മറ്റ് അർജുൻ നന്ദകുമാറാണ് ഔട്ടാവുന്നതെങ്കിൽ അരുൺ ബെന്നിക്ക് 5ാമതായിട്ട് വരാൻ പറ്റത്തില്ല, മറ്റൊരു എ കാറ്റഗറി പ്ലെയറിന് വേണം അവിടേക്ക് വരാൻ. സോ ആ ഒരു കാര്യം നമ്മൾ നോക്കുന്നില്ല, ജസ്റ്റ് പ്ലേയിങ് 11 നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നേ ഉള്ളൂ. സോ 4ാമതായിട്ട് നമ്മൾ സിദ്ധാർത്ഥിനെയും 5ാമതായിട്ട് അരുൺ ബെന്നിയാണ് വെച്ചിരിക്കുന്നത്. സോ 6ാമതായിട്ട് സിജു വിൽസൺ, 7ാമതായിട്ട് വിവേക് ഗോപൻ. സിജു വിൽസണും അതുപോലെ തന്നെ വിവേക് ഗോപൻ ഓൾറൗണ്ട് മികവുള്ള താരങ്ങളാണ്. സോ ബാറ്റിംഗ് ചെയ്യാൻ സിജു വിൽസന് സാധിക്കും, അതുപോലെ ബോളിംഗ് ചെയ്യാൻ സിജു വിൽസന് സാധിക്കും. അതുപോലെ തന്നെ വിവേക് ഗോപൻ്റെ കാര്യം. സോ 2 പേരും ആ ഒരു ഫിനിഷിംഗ് എൻഡിലായിരിക്കും. പിന്നെ 8ാമതായിട്ട് എനിക്ക് തോന്നുന്നു ബിനേഷ് കൊടിയേരി ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത്. 9ാമതായിട്ട് സൈജു കുറുപ്പ്, അതുപോലെ 10 ജീൻ പൊല്ലാൻ, 11 ഇന്ദ്രജിത്ത്. അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ ഇന്ദ്രജിത്ത് ടോപ്പ് ഓർഡറിലും വരാൻ സാധ്യതയുണ്ട് സെക്കൻഡ് ഇന്നിങ്സിലേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്നിങ്സ് അദ്ദേഹം ടോപ്പ് ഓർഡറിലുണ്ടായിരിക്കും, ഏതെങ്കിലും ഒരു ഇന്നിങ്സ് അദ്ദേഹം ഏറ്റവും ലാസ്റ്റിലായിട്ടായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. സോ ഇതൊക്കെ ആയിരിക്കാം ഒരു പ്ലേയിങ് 11 എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എൻ്റെ പ്ലേയിങ് 11 ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് കാറ്റഗറി എ ബി ആ ഒരു കാര്യങ്ങളൊന്നും നമ്മൾ നോക്കത്തില്ല, ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. ഓപ്പണിംഗ് രാജീവ് പിള്ള, അലക്സാണ്ടർ പ്രശാന്ത്, 3ാമതായിട്ട് അർജുൻ നന്ദകുമാർ, 4ാമത് സിദ്ധാർത്ഥ് മേനോൻ, 5ാമത് അരുൺ ബെന്നി, 6ാമത് സിജു വിൽസൺ, 7ാമത് വിവേക് ഗോപൻ, 8ാമത് വിനേഷ് കൊടിയേരി, 9ാമത് സൈജു കുറുപ്പ്, 10ാമത് ലാൽ ജൂനിയർ, 11ാമത് അവിടെ ക്യാപ്റ്റൻ ഇന്ദ്രജിത്ത് സുകുമാരൻ. സോ ഇതൊരു പോസിബിൾ പ്ലേയിങ് 11 ആണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.